നമ്മുടെ കൂൺ പരിശീലന പരമ്പരയുടെ അടുത്ത ഘട്ടം വൈക്കോൽ ഉപയോഗിച്ചുള്ള ബെഡ് നിർമ്മാണമാണ്. നാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വൈക്കോല് ഈ ആവശ്യത്തിലേക്ക് അണുവിമുക്തമാക്കാനായിട്ട് വെച്ചിരുന്നതിൻ്റെ വീഡിയോ 2 ദിവസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ബെഡ് കെട്ടുന്ന വീഡിയോയാണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ വൈക്കോല് അണുവിമുക്തമാക്കുന്ന സമയത്ത് പാൽക്കൂണിന് വേണ്ടി അണുവിമുക്തമാക്കുന്നു എന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. ഇവിടെ വൈക്കോൽ ഉപയോഗിച്ച് പാൽക്കൂൺ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അന്നത് പറഞ്ഞത്. എന്നാൽ ഞാൻ തുടക്കകാലത്ത് വൈക്കോലിലാണ് കൂൺ കൃഷി തുടങ്ങിയത് എന്നുള്ളത് കൊണ്ട് വൈക്കോലിലെ കൂൺ കൃഷിയും നമുക്ക് മനസ്സിലും കൈകളിലുമുണ്ട്. അതിനാൽ തുടക്കക്കാർക്ക് വേണ്ടി വൈക്കോലിലെ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ കൃഷിരീതി ഒന്ന് വിശദീകരിക്കാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നാം മുൻകൂട്ടി അണുവിമുക്തമാക്കിയ വൈക്കോല് അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന XY എന്ന ഇനത്തിൽപ്പെട്ട ഓയിസ്റ്റർ മഷ്റൂമാണ്. വളരെ പെട്ടെന്ന് 17-18 ദിവസങ്ങൾ കൊണ്ട് കൂൺ ഉൽപാദനം ആരംഭിക്കുന്ന, എന്നാൽ 2 മാസം, അറക്കപ്പൊടിയിലാണെങ്കിൽ 3-3.5 മാസത്തോളവും വൈക്കോലിലാണെങ്കിൽ 2 മാസവും സുലഭമായി കൂണ് ലഭിക്കുന്നതുമായ ഒരു ഇനം വിത്താണ്. കാഴ്ചയ്ക്ക് നല്ല ഷോയുണ്ട്, ആളുകൾ ഇഷ്ടപ്പെടുന്ന രുചിയിലാണ് ഇതുള്ളത്. അപ്പോൾ ഈ വിത്തിലാണ് ഇന്ന് നമ്മൾ ബെഡ് നിർമ്മിക്കുന്നത്. വിത്ത് അത് പാക്കിൽ നിന്ന് നീക്കം ചെയ്ത് പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അറിയാമല്ലോ, പ്ലേറ്റുകളൊക്കെ നേരത്തെ അണുവിമുക്തമാക്കി വൃത്തിയാക്കിയ പാത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. പ്ലാസ്റ്റിക് PP കവറ് 50 kg മുകളിലുള്ള PP കവറ്, 50 മൈക്രോണിന് മുകളിലുള്ള PP കവറ്, ഇത് 10-18 എന്ന അളവാണ്. ഈ അളവാണ് ഇവിടെ എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്നത്, പ്രത്യേക ഓയിസ്റ്റർ മഷ്റൂമിന്. അപ്പോൾ നമ്മൾ ബെഡ് നിർമ്മാണത്തിലേക്ക് ആരംഭിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, മുറിച്ച് 4-5 ഇഞ്ച് വലിപ്പത്തിൽ കഷ്ണങ്ങളാക്കിയ വൈക്കോലാണ് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ അരക്കപ്പൊടിയിലൊക്കെ കൂൺ കൃഷി ചെയ്യുമ്പോൾ, ബെഡ് ചെയ്യുമ്പോൾ 2 ബെഡുകൾ ഒന്നിച്ചാണ് നിറച്ചു പോകുക. എന്നാൽ വൈക്കോലിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് അത് നമ്മൾ അമർത്തി വെച്ചാൽ വീണ്ടും ഉയർന്നു വരും എന്നുള്ളത് കൊണ്ട് ഓരോ ബെഡുകൾ കെട്ടിപ്പോകുന്ന രീതിയായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. കൂടുതൽ നിരന്തരം അത് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചും കൂടി വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. സാധാരണ നമ്മൾ മറ്റു ഇനങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ വൈക്കോല് നിറച്ച് സൈഡുകളിലൂടെ വിത്തിട്ട് വീണ്ടും വൈക്കോല് നിറച്ച് ആണ് മുമ്പോട്ട് പോവുക. വൈക്കോലില് ബെഡ് നിർമ്മിക്കുമ്പോൾ ബെഡിനകത്തുള്ള വായു പരമാവധി പുറത്തു കളയുക അത്യാവശ്യമാണ്. എന്നാലേ അതിൻ്റെ വളർച്ച ശരിയായ രീതിയിൽ കിട്ടുകയുള്ളൂ. മറ്റൊരു കാര്യം, വൈക്കോലിൽ ബെഡ് കെട്ടുമ്പോൾ വൈക്കോലിൻ്റെ പീസുകളുടെ അഗ്രം കൊണ്ട് PP കവറ് ദ്വാരം വീഴാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ വലിയ ദ്വാരങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അത് അടച്ചു കളയുക അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പ്രസ്തുത ദ്വാരത്തിലൂടെ മറ്റു കീടങ്ങൾ അകത്ത് കയറാൻ സാധ്യതയുണ്ട്. അറക്കപ്പൊടിയെ അപേക്ഷിച്ച് കീടങ്ങൾ കൂടുതൽ ആക്രമിക്കാൻ സാധ്യതയുള്ളതാണ് വൈക്കോലിൻ്റെ ബെഡുകൾ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വൈക്കോലിൽ ധാരാളം ഈ ഫില്ലറുകൾ ഉണ്ട്. വൈക്കോലിൽ മുഴുവൻ തന്നെ ഫില്ലറുകളാണ്. ആ ഫില്ലറുകൾ അകത്ത് പ്രവേശിക്കുന്ന കീടങ്ങൾക്ക്, ഈച്ചകൾക്ക് ഒക്കെ വിശ്രമിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങൾ ധാരാളം നൽകുന്നുണ്ട്. അതുകൊണ്ട് അറക്കപ്പൊടിയൊക്കെ അപേക്ഷിച്ച് കീടരോഗങ്ങൾ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ് വൈക്കോലിലെ ബെഡുകൾ. നമ്മൾ 3ാമത്തെ ലെയർ നിക്ഷേപിച്ചു കഴിഞ്ഞു. അടുത്തത് 4ാമത്തെ ലെയറാണ്.
വൈക്കോല് കണ്ടാൽ ഏകദേശം വെള്ളത്തിന്റെ അവസ്ഥ കാഴ്ചക്കാർക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. അത് പിഴിഞ്ഞാല് വെള്ളം പുറത്തേക്ക് വരല്ലേ, എന്നാൽ കയ്യിൽ ഒരു നനവ് ഫീൽ ചെയ്യുകയും വേണം. നല്ലപോലെ അമർത്തി വായു പുറത്തേക്ക് കളയണം. ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരു കാലത്ത് കേരളത്തിലെമ്പാടും വൈക്കോലിലാണ് ആളുകൾ കൂൺ കൃഷി ചെയ്തിരുന്നത്. ഇടക്കാലം കൊണ്ട് മറ്റു പല കാരണങ്ങൾ കൊണ്ടും അറക്കപ്പൊടി അല്ലാത്ത ആളുകൾ, അറക്കപ്പൊടി ഉപയോഗിക്കാത്ത ആളുകളൊക്കെ മറ്റു വഴിക്ക് മാറിപ്പോയിട്ടുണ്ട്. വൈക്കോല് വളരെ ചുരുക്കം പേരെ എൻ്റെ അറിവിൽ കൃഷി ചെയ്യുന്നുള്ളൂ. പക്ഷെ ഒന്നുണ്ട്, ശാശ്വതമായിട്ട് കൂൺ കൃഷി നിലനിർത്താനായിട്ട് വൈക്കോല് തന്നെ നാം ആശ്രയിക്കേണ്ട സമയം വരും എന്നാണ് സമീപകാലത്തെ ചില അനുഭവങ്ങൾ, പഠനങ്ങൾ ഒക്കെ തെളിയിക്കുന്നത്. റബ്ബർ കിട്ടാനില്ലാത്ത അവസ്ഥ വരുന്നു. ഇപ്പം നമ്മൾ 5ാമത്തെ ലെയറാണ് ഇട്ടിരിക്കുന്നത്. 1, 2, 3, 4, 5 ലെയർ ഇട്ടിട്ടുണ്ട്. 5ാമത്തെ ലെയറിന് വിത്തിട്ടാൽ, വിത്ത് മുകൾ വശത്ത് വിരിച്ചിട്ടാൽ ഈ ബെഡിന്റെ ജോലി കഴിയുകയാണ്. ഒരു പിടി വിത്ത്, ഇതുവരെ ഉള്ളതെല്ലാം സൈഡുകളിലൂടെയാണ് ഇട്ടത്. ഒരു പിടി വിത്ത് മുകളിലും കൂടി ഇടുമ്പോൾ ആ ജോലി കഴിയുന്നു. ഒന്നും കൂടി അങ്ങ് അമർത്തി വായു കളഞ്ഞ് ശരിക്ക് തിരിച്ച് ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നമുക്കിത് കെട്ടാം. ബെഡ് കെട്ടി കഴിയുമ്പോൾ അറക്കപ്പൊടിയിലെ ബെഡിന്റെ അത്രയും വൃത്തി തോന്നുന്നില്ലെങ്കിലും വളരെ വേഗം കൂണുണ്ടാവും. ഒരു 10 ദിവസങ്ങൾ കൊണ്ട് തന്നെ ബെഡിന്റെ വളർച്ച പൂർത്തിയാവും. 12, 13 ദിവസം, 13ാമത്തെ ദിവസം തന്നെ ഇത് ഉൽപാദക മുറിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ തന്നെ കീറിക്കൊടുത്താൽ 2 അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട്, ഏറ്റവും വേഗം 16, 17 ദിവസങ്ങൾ കൊണ്ട് വിളവ് ലഭിക്കുന്നു എന്നുള്ളതാണ് വൈക്കോലിലെ കൂൺ കൃഷിയുടെ പ്രത്യേകത. അപ്പോൾ ഇത് നമ്മൾ നിരന്തരം അറക്കപ്പൊടിയിലാണ് ചെയ്യുന്നതെങ്കിലും ഇടയ്ക്കൊക്കെ ഇത് ഒരു നമ്മുടെ പഠിച്ച ഒരു തൊഴിലെന്ന നിലയിൽ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ചില വിത്തുകൾ ടെസ്റ്റ് ചെയ്യാൻ, അതിൻ്റെ വിളവിൻ്റെ കാലതാമസമോ അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് വിളവ് കിട്ടും എന്നൊക്കെ നോക്കാനായിട്ട് ഒക്കെ പുതിയ വിത്ത് വരുമ്പോൾ, ഇപ്പം തന്നെ കർണാടകയിൽ നിന്ന് വരുന്ന OST എന്ന ഇനത്തിൽപ്പെട്ട ഒരു വിത്തുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. HUവിൻ്റെ തന്നെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ ആവശ്യമുള്ള ഒരു വിത്ത് എന്ന രീതിയിലാണ് അത് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരം വിത്തുകളൊക്കെ അതിൻ്റെ അവസ്ഥ, അതെങ്ങനെയാണ് നമ്മളെ സഹായിക്കുക, അതിൻ്റെ വിളവ് എത്രയുണ്ട് എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി അത്തരം വിത്തുകളൊക്കെ വൈക്കോലിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പിന്നീട്